ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നതിനെ ചൊല്ലി ജമ്മു കാശ്മീർ നിയമസഭയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും വൻ കലഹം. എംഎൽഎമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളിയും നടന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബുധനാഴ്ചയാണ് ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ പ്രമേയം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി പ്രതിഷേധം തീർത്തിരുന്നു. പ്രമേയം പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. പ്രതിപക്ഷ നേതാവും ബിജെപി എംഎൽഎയുമായ സുനിൽ ശർമ്മ പ്രമേയത്തിനുമേൽ സംസാരിച്ചുകൊണ്ടിരിക്കെ അവാമി ഇത്തേഹാദ് പാർട്ടി എംഎൽഎ ആയ ഖുർഷിദ് അഹമ്മദ് ഷെയ്ഖ് ഇതേ ആവശ്യമുന്നയിച്ചുള്ള ബാനർ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ ബിജെപി അംഗങ്ങൾ ബാനർ തട്ടിപ്പറിക്കുകയും കീറുകയും ചെയ്തു. ഇതേസമയം പീപ്പിൾസ് കോൺഫറൻസ് എംഎൽഎ സജാദ് ലോൺ ഖുർഷിദിനെ പിന്തുണച്ചെത്തിയത് സംഘർഷത്തിലേക്ക് നയിച്ചു. തുടർന്ന് 15 മിനിറ്റോളമാണ് സഭ നിർത്തിവെച്ചത്. ഇതിനുശേഷം സഭ ചേർന്നപ്പോഴും ബിജെപി നേതാക്കൾ പ്രതിഷേധം തീർത്തു. തുടർന്ന് സ്പീക്കർ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഭാരതീയ ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയെ പരാമർശിച്ചുകൊണ്ട് ബിജെപി നേതാക്കൾ മുദ്രാവാക്യം വിളിച്ചു. ജമ്മു കശ്മീരിന്റെ സ്വയംഭരണത്തിനായി നടത്തിയ ചരിത്രപരമായ ത്യാഗത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാക്കളുടെ പ്രതിഷേധം. പ്രമേയം തള്ളണമെന്ന് ബിജെപി നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. എന്നാൽ സ്പീക്കർ അബ്ദുൾ റഹീം ആവശ്യം തള്ളി. സഭയ്ക്കാണ് പ്രമേയം പിൻവലിക്കാനുള്ള അവകാശമെന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. ബിജെപി നേതാക്കൾ പ്രതിഷേധം തുടർന്നതോടെ ഇവരിൽ ചിലരെ പുറത്താക്കാൻ സ്പീക്കർ ഉത്തരവിടുകയും ചെയ്തു. ഇതോടെ സഭ കൂടുതൽ പ്രക്ഷുബ്ധമായി. ഒടുവിൽ 3 പേരെ സ്പീക്കർ പുറത്താക്കുകയും ചെയ്തു. അതേസമയം ബുധനാഴ്ച ബഹളത്തെ തുടർന്ന് നിയമസഭ നിർത്തിവെച്ചതിനു പിന്നാലെ ഉപമുഖ്യമന്ത്രി സുരീന്ദർ കുമാർ ചൌധരി ബിജെപിക്കെതിരെ രംഗത്തെത്തി. 2019 ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത പ്രത്യേക പദവിയെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചത്. നിങ്ങൾ ബിജെപിയുടെ നുണപരിശോധന നടത്തിയാൽ ഇതേ കാര്യം അവർ ആവശ്യപ്പെട്ടത് കാണാനാകും. പുറത്തുനിന്നുള്ള ആളുകൾ ജമ്മു കശ്മീരിൽ വസ്തു വാങ്ങുന്നത് കാരണം കേന്ദ്രഭരണ പ്രദേശത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ മാത്രമാണ് ഞങ്ങൾ പ്രമേയം കൊണ്ടുവന്നത്. ജമ്മുവിലെ ജനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കാരണം പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടെ ഭൂമി വാങ്ങി അവിടെ ജോലി നേടുന്നു. കേന്ദ്രത്തിലെ ബിജെപി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി വാഗ്ദാനം ചെയ്തുവെന്നാണ് സുരീന്ദർ കുമാർ ചൌധരി ചൂണ്ടിക്കാട്ടിയത്. ചർച്ച കൂടാതെ ശബ്ദ വോട്ടോടെയാണ് പ്രമേയം പാസാക്കിയത്. ചൌധരിയാണ് പ്രമേയം സഭയെ അവതരിപ്പിച്ചത്. ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞത് ഏകപക്ഷീയമായ നീക്കമാണെന്ന് പ്രമേയത്തിൽ ആരോപിച്ചു. ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ വ്യക്തിത്വവും സംസ്കാരവും അവകാശങ്ങളും സംരക്ഷിച്ച പ്രത്യേക പദവിയുടെയും ഭരണഘടനാ ഉറപ്പുകളുടെയും പ്രാധാന്യം ഈ നിയമസഭ വീണ്ടും ഉറപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.